ഗുഡ് മോർണിംഗ്. എന്താണ് ഒരു പാട്ടൊക്കെ രാവിലെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടാൻ തോന്നുള്ളൂ. വീക്കെൻഡ് ആയ ഒരു പാടാൻ അറിയില്ലെങ്കിലും പാടുന്നത് ഒരു തെറ്റാണോ? അല്ല, അത് തെറ്റല്ല. ബാക്കിയുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു തെറ്റേ അല്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിച്ച് അതെ, നമ്മൾ പാടുപെടും. പക്ഷെ എന്ന് വെച്ച് നമുക്ക് പാടാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല. അതെ, അതാണ്. നമ്മളൊന്ന് അമ്പലത്തിൽ പോയി വന്നേട്ടോ. പിന്നെ വീക്കെൻഡിലെ കുറേ ദിവസമായി നമ്മൾ സാറ്റർഡേസ് അല്ലെങ്കിൽ എപ്പോഴും അമ്പലത്തിൽ പോണതാണ്. അപ്പോൾ കുറേ ദിവസമായി അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു. മിത്തുക്കുട്ടിക്ക് പരീക്ഷയ്ക്കല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ? ബ്രേക്ക്ഫാസ്റ്റ് ഇടുന്ന അല്ല, പലതും തുറന്നു കാണാണ്ട് വേണ്ട ഞാൻ കുറച്ച് ദിവസമായിട്ട് തന്നാ തീരുമാനിച്ചതാണ്. വെറുതെ നശിപ്പിക്കരുത്. രാവിലെ ഞാൻ അമ്പലത്തിലെ പായസം പോലും കഴിക്കാതെ കൺട്രോൾ. ഭയങ്കര വെയിലല്ലേ? 9 മണിയായിട്ടേ ഉള്ളൂ. വെയിൽ കണ്ടു കഴിഞ്ഞാൽ വല്ല 12 മണിയുടെ വെയിൽ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് തളിർത്ത് നിൽക്കണം. അമ്പലത്തിന്റെ അടുത്ത് കണിക്കൊന്ന പൂത്തൂട്ടം നല്ല ഭംഗിയാണ്. ഇവിടെ ഫുൾ ഈ സൈഡ് മൊത്തം കണിക്കൊന്നയാണ്. അത് മാർച്ചിങ് എല്ലാ കൊല്ലവും കാണിക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഇത്രയും കണിക്കൊന്ന ഞാൻ നാട്ടിൽ പോലും കണ്ടിട്ടില്ല. അത്രയും ഫുൾ 2 സൈഡും കണിക്കൊന്ന മരങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. മാർച്ച് സ്പ്രിംഗ് സീസണിന്റെ ഭയങ്കര വൈബായിരിക്കും. എന്താ ഇതിലൊരു സൗണ്ട്? രമേശേട്ടന് എന്താ വെച്ചാൽ ഇങ്ങനത്തെ സൗണ്ടുകൾ തീരെ ഇഷ്ടമല്ല. വണ്ടിയുടെ ഉള്ളിൽ ശബ്ദം ഉണ്ടാവാൻ പാടില്ല. മിത്തു ആണെങ്കിൽ സ്ലൈഡ് പിന്നെ അത് ഇതൊക്കെ സൈഡ് കൊണ്ടേക്കും. എന്നിട്ട് പിറ്റേ ദിവസം രമേശേട്ടൻ ഓഫീസിൽ പോകുമ്പോ ഇങ്ങനെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുടെ സൗണ്ട്. ഞാൻ ഓഫീസിലൊക്കെ ലേറ്റ് ആയിട്ട് എത്തണെന്ന് വെച്ചാൽ വഴിയിൽ നിന്നിട്ട് ഇവര് വെച്ച പിന്നും സ്ലൈഡും ഇങ്ങനെ എനിക്ക് വണ്ടിയുടെ ഉള്ളിൽ കംപ്ലീറ്റ് സൈലൻസ് വേണം. ക്യാബിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് സൈലൻസ് വേണം. ഇവരാണെന്നുണ്ടെങ്കിൽ കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഉള്ളിലിടും. തിരിച്ചു വരുമ്പോഴേക്കും മിത്തുന്റെ എല്ലാ ആടയാഭരണങ്ങളും അതിന്റെ ഉള്ളിലായിരിക്കും. ക്ലിപ്പായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ മിത്തിടും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഞാൻ ഓഫീസിലേക്കൊക്കെ പോകുമ്പോ പകുതി വഴിയിൽ എത്തുമ്പോഴാണ് ഈ സൗണ്ട് ഉണ്ടാവുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇറങ്ങിയിട്ട് മുഴുവനും തപ്പും. ഈ സ്ലൈഡ് ഉണ്ടോ കാണുന്നു. അങ്ങനെ ഞാൻ സ്വപ്നോട് പറയും, ഇന്ന് ഞാൻ ഓഫീസിൽ ലേറ്റ് ആയിട്ട് എത്തി സൗണ്ട് അന്വേഷിച്ചിട്ട്. അതാണ് എന്റെ പണി. അതുപോലെ ഇപ്പൊ ഒരു സൗണ്ട് എനിക്കിപ്പോ ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തിന്റെയാണ് സൗണ്ട് എന്നുള്ള മനസ്സിലാവും. പല സൗണ്ടുകളും വണ്ടിയിലൊക്കെ ഇരുന്ന കേൾക്കും. വണ്ടിയായ സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഇത് വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു ശുഷ്കാന്തി. വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതൊരു വിഷയമേ ഇല്ല. എനിക്കാണെങ്കിൽ വീട്ടിൽ ഭയങ്കര സൈലന്റ് ആൻഡ് നീറ്റ് ആയിരിക്കണം എന്നാണ്. അപ്പൊ രണ്ടുപേരും മിത്തു ആണെങ്കിൽ എക്സാമിന്റെ ഒരു ഇതിലാ. മിത്തു എക്സാമിന്റെ വല്ലതും ഉണ്ടാവും. ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഒന്ന് പോയി അമ്പലത്തിലൊക്കെ പോയി വല്ലതൊക്കെ പ്രാർത്ഥിക്കാം. സയൻസ് എക്സാമാണ് ഫസ്റ്റ്. അപ്പോൾ ഇന്നും നാളെയും ഫുള്ള് അതിന് പഠിക്കണം. ഇന്നിപ്പോ ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് അല്ലെ? 2-3 ദിവസമായിട്ട് അശ്വമേധ മഹായാഗം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ അവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പൊ ഞാൻ ഇന്നൊന്ന് പോകണം വിചാരിക്കുന്നുണ്ട്. മിത്തുവിനായിട്ട് ഇത്രയും സമയം പോകാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഇത്രയും നല്ലൊരു സംഭവം നടക്കുമ്പോൾ അതൊന്ന് കാണാതിരിക്കുക എന്നുള്ളത് ഭയങ്കര, കാണാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ഇതല്ലേ. അപ്പൊ അമ്പലത്തിൽ നിന്ന് വന്ന് ദോശ ഉണ്ടാക്കണം. നല്ല വിശപ്പ്. അമ്പലത്തിൽ പോയി വന്ന് ഇവരൊക്കെ നല്ല 2 ഗ്ലാസ് പായസവും നെയ്പായസവും പാൽപ്പായസമൊക്കെ അടിച്ചു മിന്നിച്ചു. ഞാനതൊന്നും കഴിച്ചില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ദോശ, ഇന്ന് മില്ലറ്റ് ദോശയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കാണിക്കാനാണ് ചാൻസ്. ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നല്ല അടിപൊളി ദോശ കേട്ടോ, മില്ലറ്റ് ദോശ. ഈ മില്ലറ്റ് കിട്ടാൻ ഫോക്സ്റ്റൈൽ മില്ലറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധനം, പക്ഷെ എന്നൊന്നും വാങ്ങില്ല. പിന്നെ നമ്മളിവിടെ എന്നും അങ്ങനെ ദോശ ഇഡലിയൊന്നും കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓട്സും അങ്ങനത്തെയൊക്കെയാണ് കഴിക്കുക. അപ്പം അതുകൊണ്ട് വല്ലപ്പോഴും ദോശ ഇഡലിയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അരച്ചു വെച്ചാൽ 2 ദിവസത്തേക്ക് വരെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് ഈ മില്ലറ്റ് ദോശ എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതന്നെ കഴിച്ചിട്ട് ഈ ചാമ തിന്നാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എനിക്ക് ഓർമ്മയുണ്ട് അമ്മമ്മയൊക്കെ പറയുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ ഇതുകൊണ്ട് അത്ര ചോറും ഓവനാണ് അവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഈ ചാമയും തീനയ്ക്ക് അന്ന് ഒരു വിലയില്ലാതെ ഉള്ള സാധനങ്ങളായിരുന്നു. ഇപ്പൊ അതിന് പൊന്നും വിലയാണ്. അതിന് അങ്ങനെയാണല്ലോ. പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി പരിഷ്കരിച്ചു. ഇപ്പൊ പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുടിഞ്ഞ റേറ്റ്. ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നമുക്ക് അയ്യേ എന്നുള്ള ഒരു ടേസ്റ്റ്, അതായത് വേറെ ടേസ്റ്റൊന്നും തോന്നില്ല. എന്നാൽ അരിയുടെ ദോശയല്ല, പക്ഷെ എന്നാൽ ഒരു അതിന്റെ കളറിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഹെൽത്തിയാണ് ആക്ച്വലി മില്ലറ്റ് എപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇതിൻ്റെ അരയ്ക്കാൻ കുറച്ചും കൂടെ എളുപ്പം. വേഗം ഇങ്ങനെ കുതിർന്ന് കിട്ടും. ഒരു 4-5 മണിക്കൂർ ഇടുമ്പോഴേക്കും കുതിരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അരയ്ക്കാം. മറ്റേ അരിയുടെ ഇത് അരയ്ക്കുന്നേക്കാളും ഈസി ആയിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ദോശയായിട്ട് വരും കേട്ടോ. ഇന്ന് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ലഞ്ചിലേക്ക് കിടക്കണം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ചക്ക കണ്ടപ്പോൾ ചക്ക വാങ്ങിച്ചു. 60 ഗ്രാമോ അങ്ങനെ എന്തോ.
പക്ഷെ വൻ പറ്റിപ്പായിരുന്നു കേട്ടോ. ആ ചക്ക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെറും മുളങ്ങി മാത്രം. അപ്പോൾ ഫുൾ പ്ലാനും മാറ്റി ഞാൻ വഴുതനങ്ങ വെച്ചിട്ട് വഴുതനങ്ങ നന്നായിട്ടൊന്ന് വറുത്ത്, പിന്നെ ഇതുപോലെ നമ്മുടെ കറിവേപ്പിലയും കടുകും വറ്റൽമുളകൊക്കെ വറുത്ത് മല്ലിയിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഈ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള എയർ ഫ്രയറിലും വറുക്കാം കേട്ടോ. വഴുതനങ്ങ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പുളി വെള്ളം ഒഴിച്ചിട്ട്, ഇത് ഏത് സ്റ്റൈലാണ്, കർണാടകയാണോ ആന്ധ്രയാണോ എനിക്കറിയില്ല, ഞാൻ ഏതോ ഇൻസ്റ്റയിൽ കണ്ടതാണ്. അപ്പോൾ എനിക്കെനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പാലക്കാടുള്ള ഈ മുളക് വറുത്ത പുളി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെയൊക്കെ പുളി ഇഷ്ടമുള്ള, പുളി ചമ്മന്തിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പം ഞാനിന്ന് അത് കഴിക്കാൻ കൊതിയായിട്ട് ചോറിൻ്റെ കൂടെ അത് കഴിക്കാനായി. പിന്നെ കുറച്ച് പുളക്കിഴങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നല്ല എന്താ പറയുക വേവിച്ചെടുത്ത് നമ്മുടെ ഉപ്പേരി പോലെ ഉണ്ടാക്കില്ലേ, എനിക്ക് ഞാൻ പറയാം അല്ലാതെ വെറുതെ ഈവനിങ്ങിൽ കഴിക്കാൻ ഇഷ്ടമല്ല, ഒന്നെങ്കിൽ ഉപ്പേരിയുടെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കുക. അപ്പോൾ ഞാൻ നാളികേരൊന്നും ഇട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ചതച്ചെടുത്ത് ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നെ ചക്ക പറ്റിച്ചതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. കണ്ട് രമേശേട്ടൻ ഒന്നും ഉണ്ടാകാതെ ഇത് കഴിക്കേണ്ട, മിത്തു പറയ്ക്കത് വേണ്ടാറ് മിത്തിന് ഞാൻ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ കഴിക്കട്ടെ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിച്ചു നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ സിനിമ അറിയാം. ഇങ്ങനത്തെ ഫുഡും മലൈക്കോട്ടെ വാലിബൻ പടം എങ്ങനെയുണ്ട്, മാസല്ലേ? പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. ഇന്നലെ ഞങ്ങൾ കുറച്ച് കണ്ടു, ബാക്കി ഞങ്ങൾ ഇന്ന് കാണാതെ വെച്ചാൽ എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. സിനിമ കുഴപ്പമില്ല അല്ലേ, അങ്ങോട്ട് നീങ്ങളില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒന്ന് കാണാനൊരു ആഗ്രഹം. ഇതിനേക്കാൾ ഭേദമാണ് രക്ഷയുടെ റെഡി ഈ ഫുഡിനേക്കാൾ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇന്നത് കഴിക്കാനൊരു കൊതി. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഈവനിങ്ങിൽ നമ്മൾ അവിടെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഈ സിനിമ കഴിഞ്ഞിട്ട് വേണ്ടേ പോവാൻ, ഇത് എപ്പോൾ കഴിയുമെന്നറിയില്ല. അപ്പോൾ നമ്മളിതാ ഈവനിങ് ആയപ്പോൾ അശ്വമേധ മഹായാഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ ഒന്നും അറിയില്ല. രമേശേട്ടൻ ഇന്നലെ പോയി നോക്കിയില്ലേ, അവിടെ വണ്ടിയൊന്നും എൻട്രി ഇല്ല എന്നാണ് പറഞ്ഞത്. പാർക്കിങ്ങിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. ബാക്കി പോയി നോക്കിയിട്ട് അറിയാട്ടെ എന്താണ് ഏതാണ് എന്നൊക്കെ. അങ്ങനെ നമ്മളിതാ ഇവിടെ മുംബൈ അശ്വമേധ മഹായജ്ഞത്തിലെത്തി. അപ്പം നമ്മളിത് അവിടെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മുന്നേ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കൗണ്ടറിൽ പോയി നമുക്ക് 3 പേരെയും പേരൊക്കെ കിട്ടി, ഇവിടെ ബാഡ്ജൊക്കെ കുത്തി. ഇനി എന്താണെന്നുള്ളത് വഴിയെ നോക്കാം. ഇവിടെ എന്തായാലും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അത്രയും വലുതായതുകൊണ്ട് തിരക്കറിയാത്തതാണ്, പക്ഷെ നല്ല തിരക്കുണ്ട്. പക്ഷെ അത്രയും ഏക്കർ കണക്കിന് ഇതിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അത്ര നമുക്ക് തിരക്ക് ഫീൽ ചെയ്യാത്തത്. ഇനി ഉള്ളിലേക്ക് പോകുന്തോറും അറിയാട്ടോ ആ ഒരു തിരക്കിൻ്റെ എത്രത്തോളം ഉണ്ട്. കയറുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നടക്കാണ്ട് തോന്നണം. അപ്പോൾ സ്റ്റാർട്ടിങ് എൻട്രിയിൽ തന്നെ ഇവിടെ ബാഗ് ചെക്കിങ്ങും ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു സന്ധ്യാസമയത്ത് ഏകദേശം ഈ ഒരു സൺസെറ്റൊക്കെ എന്ത് രസമല്ലേ കാണാൻ. ഇവിടെ പൊതുവേ അങ്ങനെ ഫുള്ള് മലകളും അതൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഫുള്ളൊരു വലിയൊരു ഗ്രൗണ്ടിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയില്ല, അത്രയും ഇതിൽ ആണ് ഇത് നടന്നിട്ടുള്ളത്. പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള അതിൻ്റെ ഇരട്ടിയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. ഒരു സൈഡിൽ ഫുൾ ഭജനയും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ട് പല സ്ഥലത്ത് നിന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരുപാട് ഫോറിനേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ വാരണാസി അങ്ങനെ നോർത്ത് നിന്നാണ് കൂടുതൽ ആളുകൾ, ആ സൈഡിൽ നിന്നാണ് കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ യാഗം നടക്കുന്ന വലിയ, അതായത് മഹായാഗമാണല്ലോ, അപ്പോൾ മഹായജ്ഞം നടക്കുന്ന പ്ലേസാണ്. കൊണ്ട് കുറേ ഹോമകുണ്ടങ്ങൾ അങ്ങനെ അത്രയും 10,000 ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിൽ ഓരോ നമ്പറുണ്ട്. ഞങ്ങൾക്കിത് സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്നുള്ളത് ഉള്ളിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ രാവിലെ അവരൊരു കാർഡും ബുക്കൊക്കെ തന്നപ്പോഴാണ് മനസ്സിലായി. രാവിലെ 5:30 to 9 മണി വരെ ഇവിടെ യാഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോ പോലെയാണ് ചെയ്യുന്നത്. 5 ദിവസത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് എന്നുള്ളത് അറിയാനാണ് ഞങ്ങൾ പോയത്. കാരണം ബാക്കിയുള്ള ദിവസമൊക്കെ സ്കൂൾ ഡേയ്സും പിന്നെ രമേശേട്ടൻ ഓഫീസുള്ള ദിവസം സാറ്റർഡേ ആകുമ്പോഴല്ലേ നമുക്കൊന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 5 ദിവസമായിട്ട് ഒരുപാട് നോർത്തിലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ കാണുന്നതൊക്കെ മുന്നേ ദിവസങ്ങളിൽ നടന്നതാണ്. പുറത്തുനിന്നുള്ള ആളുകളുടെ ഇരിക്കലും ഭക്ഷണം കഴിക്കലും സംഭവങ്ങളും
ഒക്കെ ഞങ്ങളിവിടെ ഞങ്ങൾക്കൊരു 20 എത്രയായിരുന്നു എനിക്കിപ്പോൾ നമ്പർ ഓർമ്മയില്ല, അവിടെ ഞങ്ങൾക്ക് കിട്ടി. കാരണം സീറ്റ് വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു 6 മണിക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആ സീറ്റ് കിട്ടി. പിന്നെ പോയപ്പോഴേക്കും പിന്നെ ഉള്ളവർക്കൊന്നും സീറ്റ് പോലും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ എക്സിബിഷനും ഞാൻ പറഞ്ഞ പോലെ ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലത്താണ് ഈ മഞ്ഞ ഡ്രസ്സിട്ട ആളുകൾ ഇവിടെ തന്നെ കഴിക്കലും ഇവിടെ തന്നെ ഭക്ഷണവും 5 ദിവസമായിട്ട് ഇവിടെ തന്നെ അവർക്ക് ഫുൾ ടൈം ഫുഡും. നമുക്കും ഫുഡ് വേണമെങ്കിൽ പോയി കഴിക്കാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ അതിനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് യജ്ഞദേവൻ. നമ്മൾ പുരാണങ്ങളിലൊക്കെ നമുക്ക് അമ്മമ്മമാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അറിവും കാര്യങ്ങളുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു യാഗം കോൺസെപ്റ്റ് അല്ല. ഞാൻ നാട്ടിൽ നമ്മുടെ അവിടെയുള്ള അമ്പലങ്ങളിലെ കുറേ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് വലിയ യാഗങ്ങൾ. അശ്വമേധമല്ല കേട്ടോ, വേറെയുള്ള യാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നമ്പൂതിരിമാരിങ്ങനെ ചെയ്യുന്ന അങ്ങനെ പൂജിക്കുന്ന അങ്ങനെയല്ലേ. ഇവിടെ വേറെ ഒരു കോൺസെപ്റ്റ്. പൊതുവേ ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. നോർത്തിലേക്ക് പോകുന്തോറുള്ള പൂജയും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള ആ ദ്രാവിഡ സംസ്കാരം, 2 സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമുക്കിതൊരു പുതിയ അനുഭവമായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഒരു രാത്രി ഒരു 8:30 ആയപ്പോഴാണ് ഇത് കത്തിച്ച്. ഇതിൻ്റെ ഉള്ളിൽ രാവിലെ ഹോമം ഒക്കെ നടന്നിട്ടുണ്ട്, ശരിക്കുള്ള ഹോമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 5:30 പോകാൻ പറ്റിയില്ല. മാത്രമല്ല ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഗായത്രി മന്ത്രം ചൊല്ലിയിട്ട് ഭജനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഗായത്രി മന്ത്രം ചൊല്ലും. ഒരു 8-8:15 6 മണിക്ക് ഇരുന്ന് 8:15 വരെ ഞങ്ങൾ കാത്തിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ അയ്യോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. കാരണം അത്രയും സീറ്റ് അത്രയും ഇതായിരുന്നു, ഫുള്ളായ കാരണം വേറൊരു ഫാമിലിയും കൂടെ വന്നിരുന്നു. അവർ ആ ഗായത്രി മന്ത്രം ആ പണ്ഡിറ്റ് വന്നിരുന്നു ചൊല്ലുമ്പോൾ എല്ലാവരും ഒരേ ടൈമിൽ ഇങ്ങനെ കത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനും മിത്തുക്കുട്ടി രംഷേട്ടനൊക്കെ ഇതാ കത്തിച്ചു. ഞങ്ങളൊരു 2-3 മണിക്കൂറായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മളെപ്പോഴും പറയും ഇങ്ങനെ ഒരു യാഗഭൂമിയിലേക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ തന്നെ ഭയങ്കര പുണ്യമാണെന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ഇത്രയും അടുത്ത് ഒരുപാട് ഈ വാരണാസിയിൽ നിന്നൊക്കെ ഉള്ള അത്രയും ആളുകൾ വന്ന് ഇവിടെ 5 ദിവസം താമസിക്കുമ്പോൾ നമ്മൾ ഇത്രയും അടുത്ത് നടന്നു പോകാനുള്ള ദൂരത്തായിട്ട് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഇത്രയും ഒരു മഹായജ്ഞം നടക്കുമ്പോൾ പോയില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും അത് പോകാനൊരു ഭാഗ്യം വേണമെന്നാണ് പറയുക. ആ പുണ്യഭൂമിയിൽ നിൽക്കാനും ഒരു ഭാഗ്യം യോഗമൊക്കെ വേണമെന്നാണ് പറയുക. അപ്പോൾ എന്തായാലും നമുക്കതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഒരു ഗായത്രി മന്ത്രം ഒരുപാട് നേരം അവിടെ ഇരുന്ന് ജപിച്ചു. അത്രേ ഉണ്ടായുള്ളൂ, വേറെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഹോമം കാര്യങ്ങളൊക്കെ രാവിലെ പോയവർക്കാണ് ഉണ്ടായത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഭസ്മം ഓരോ ഹോമകുണ്ടത്തിനും ഒരു 10,000 ഹോമകുണ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിന്നുള്ള ആ കത്തിച്ചിട്ടുള്ള രാവിലത്തെ ആ കനൽ കെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഭസ്മം കുറേ പേര് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ ഉള്ളതിൽ ഭസ്മം കുറച്ച് എടുത്ത് വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിലോ നാട്ടിൽ കൊണ്ടുപോകണമെങ്കിലൊക്കെ വേണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അവിടെ ഉണ്ടായിരുന്നത് 5 ദിവസത്തെ. എനിക്ക് തോന്നുന്നു ഞായറാഴ്ചത്തോടു കൂടി കഴിഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു. അവിടെ തന്നെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ആളുകൾക്ക് മെട്രോ ഇറങ്ങിയിട്ട് നേരെ വരാനും പറ്റും. അവിടെ കുറേ തുളസിയും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. തുളസി വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ ഒരേ സമയം നല്ല ഭംഗിയില്ല, ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഒരേ സമയത്ത് ഇങ്ങനെ ആൾക്കാർ ഇതിങ്ങനെ വെച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുപാട്. ഇതൊക്കെ പിന്നെ തലേദിവസമൊക്കെ നടന്ന കാര്യങ്ങളാണ്, ഫുൾ ദീപം തെളിയിക്കലും. അപ്പോൾ ഇത്രയും വലിയ സംഭവമാണെന്ന് അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി, അതിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. വേറെ പ്രത്യേകിച്ച് അതൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ രാത്രി ഒരുപാട് ലേറ്റായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വേറെ ദിവസം വേറെ വ്ളോഗായിട്ട് കാണാം കേട്ടോ. ബൈ.